ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹെന്ന കോൺസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹെന്ന പൗഡർ, ഷുഗർ, അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിലും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 5 ഫിൽറ്റർ ഹെന്ന പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെ കയ്യിൽ ഹെന്ന പൗഡർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മിനി കിറ്റും അതിൻ്റെ കൂടെയുള്ള എസെൻഷ്യൽ ഓയിൽ എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഹെന്ന പൗഡറും ഷുഗറും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം അതിൽ കുറവാന്ന് തോന്നുമ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുത്ത് പതുക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. കുറേ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹെന്ന പൗഡറിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ആ ഒരു സ്മൂത്തായിട്ടുള്ള ഹെന്ന പേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 30 ml എസെൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് എസെൻഷ്യൽ ഓയിലാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മളിതുപോലത്തെ ബൗളിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് കടന്ന് ഇങ്ങനെ ഓടിക്കളിക്കും കേട്ടോ ഹെന്ന പേസ്റ്റ്. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാകാൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡയറി ലേസിന് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡയറി ലേസിന് വെക്കുന്നതിന് മുന്നേ ഇത് മിക്സ് ചെയ്തിട്ട് എല്ലാം ഒരുപോലെ ആക്കിയതിന് ശേഷം നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് എസെൻഷ്യൽ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വാട്ടറോ നമ്മളിങ്ങനെ തെളിച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് മുകളിൽ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ട പിടിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ അത് ഡയറി ലേസിന് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റായിട്ട് നമ്മളിത് എടുത്തു വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറി ലേസ് നടക്കില്ല. അപ്പോൾ നമ്മളൊരു 8 hour കഴിഞ്ഞിട്ട് കാണാം. ബൈ.